നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് അവരവരുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന വില പോലും തരുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും നിങ്ങളാണോ ആദ്യം എഫേർട്ട് എടുക്കുന്നത്? ടെക്സ്റ്റ് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുന്ന ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന് ഒരു ക്ലാരിറ്റി പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളൊരു ഫംഗ്ഷനിലാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ഒരു ടേബിളിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അവിടെ കുറെ ഒഴിഞ്ഞ ചെയറുകളുണ്ട്. സോ നിങ്ങളുടെ പാർട്ട്ണർ എഴുന്നേറ്റിട്ട് വളരെ ഹാപ്പിയോടെ അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം എഴുന്നേറ്റ് വിളിച്ച് അവരെ ഈ കസേരയിൽ ഇരുത്തുന്നു, അവരോട് സംസാരിക്കുന്നു. നിങ്ങളവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളെ വിളിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ അയാൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിളിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. എന്നിട്ടും നിങ്ങളെ വിളിക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് ചെന്നിട്ട് പേര് വിളിക്കുന്നു. പക്ഷെ ആദ്യം നിങ്ങളുടെ പാർട്ട്ണർ ശ്രദ്ധിക്കുന്നില്ല, ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പിന്നെയും വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നു അതിനെന്താ, ഇവിടെ ഇരുന്നോ എന്ന് പറയുന്നു. നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ആയി, കാരണം നിങ്ങൾക്ക് സീറ്റ് കിട്ടി. പക്ഷെ ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. സത്യസന്ധമായി പറയണം, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇത് ഫീൽ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ശരിക്കും ഹാപ്പി ആയിരിക്കോ, അതോ ഞാൻ ചോദിച്ചത് കൊണ്ട് എന്നെ ഇവിടെ ഇരുത്തി എന്നുള്ള ഫീലിംഗ് ആയിരിക്കോ? ഡു യു റിയലി ഫീൽ വാണ്ടഡ്? There is a big difference between being invited and being allowed. നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്നതും നമ്മൾക്ക് അവരറിഞ്ഞു തരുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ എപ്പോഴും ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ഥാനം നിങ്ങൾക്കുള്ളതായിരിക്കില്ല. ഇനി ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്, എല്ലാവർക്കും എന്നല്ല, അല്ലെങ്കിൽ എപ്പോഴും എന്നല്ല ഞാൻ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കുക. ഇത്രയും കേട്ടതുകൊണ്ട് മാത്രം നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്താതെ ഇരിക്കുക. ഏതു റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സംഗതിയാണ് ബാലൻസ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എഫേർട്ട് എടുക്കണം എന്നുള്ളത്. നിങ്ങൾ മാത്രം എപ്പോഴും എഫേർട്ട് എടുക്കുന്നു, നിങ്ങൾ മാത്രം എപ്പോഴും മെസ്സേജ് അയക്കുന്നു, എപ്പോഴും കോൾ ചെയ്യുന്നു, എപ്പോഴും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമായി. ഒരാൾ ശരിക്കും നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കില്ല. അവരറിഞ്ഞ് നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ സ്പേസ് തരും. ഇതിനൊരു വഴി കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. അതിനു മുമ്പ് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴും ഇത് തന്നെ ആയിരിക്കുമോ കാര്യം എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് നിങ്ങളുടെ പേടി കാരണവും നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാം. അതായത് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചിലപ്പോൾ നമ്മൾക്ക് തോന്നാം നമ്മളുടെ പാർട്ട്ണർ ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് വില തരുന്നില്ല എന്ന്. ചില സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ഓവർ ആൻസൈറ്റി കാരണമാകാം, പേടി കാരണം നമ്മളുടെ പാർട്ട്ണർ നമ്മൾ ഉപേക്ഷിക്കുമോ എന്നുള്ള ടെൻഷൻ വഴിയും നമ്മൾക്ക് ഇങ്ങനെ തോന്നാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സോ എപ്പോഴും ഇതിനർത്ഥം നിങ്ങളൊരു ഓപ്ഷൻ ആണെന്നല്ല. പക്ഷെ ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ പലപ്പോഴും നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമായിരിക്കും. കാരണം നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചും നമ്മളുടെ പാറ്റേൺ വെച്ചും നമ്മൾക്കുള്ള അറിവ് വെച്ചും മാത്രമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സൈക്കോളജിസ്റ്റ് വെൽ ട്രെയിൻഡ് ആയിരിക്കും. മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി പഠിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് ഓൺലൈൻ തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളത് ഫില്ല് ചെയ്താൽ മാത്രം മതി, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാനം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടേബിളിൽ നിങ്ങൾ ഇരിക്കേണ്ട കസേര നിങ്ങൾ എപ്പോഴും ചോദിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിലയില്ല എന്നുള്ള ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ചോദിച്ച് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കിട്ടിയാലും ഡീപ്പ് ഡൗൺ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചിന്ത എപ്പോഴും ഉണ്ടാകും, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് കിട്ടി, ഞാൻ മാത്രമേ എഫേർട്ട് എടുക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ബാലൻസ്. ഇവിടെ ഒരു ബാലൻസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടി ഒബ്സർവ് ചെയ്യുക. നിങ്ങളാണ് എപ്പോഴും എഫേർട്ട് എടുക്കുന്നതെങ്കിൽ
ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക ആൻഡ് ഒബ്സർവ്. നിങ്ങൾ എഫേർട്ട് എടുക്കാതിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കൂടി ഒബ്സർവ് ചെയ്യുക. ഇഫ് ദർ ഇസ് നോ റെസ്പോൺസ്, അതും ഒരു മെസ്സേജ് ആണ്. അതായത് നിങ്ങൾ എഫേർട്ട് എടുക്കാത്ത സമയത്ത് അവർ എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു ഉത്തരം തന്നെയാണ്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം ചോദിച്ചു വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് എപ്പോഴും ഒരു ശീലം പോലെ കണ്ടിന്യൂ ചെയ്യുകയും കുറേ നാളത്തേക്ക് പോവുകയും ചെയ്യും. ബട്ട് പിന്നീട് നിങ്ങളുടെ ഹൃദയത്തെ തകർക്കാനുള്ള കാരണമായി മാറുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ അതെപ്പോഴും ഒരു ശീലമായി മാറും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക. ഒരിക്കലും നിങ്ങളുടെ സ്ഥാനം ചോദിച്ചു വാങ്ങിക്കാതിരിക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പേഴ്സണലായിട്ട്. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് സെഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.